തിരുവനന്തപുരം നെടുമങ്ങാട് KSRTC ബസ്സും കുട്ടികളെ കൊണ്ടുപോയ സ്വകാര്യ ടെമ്പോ ട്രാവലറും കൂട്ടിയിടിച്ച് 11 കുട്ടികൾക്ക് പരിക്കേറ്റു. നെടുമങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. അരുൺ മോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ മോഹൻ, ഈ അപകടത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഒരു വളവിൽ വെച്ചാണ് ഈ ഒരു അപകടം നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ്, മഴയാണോ പ്രതികൂലമായത്? ഈ കുട്ടികളുടെയൊക്കെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ? അവിടെ നമുക്ക് അങ്ങനെ തന്നെ അനുമാനിക്കാം. കാരണം ഇന്ന് ശക്തമായ മഴയായിരുന്നു ഈ പ്രദേശത്തൊക്കെ. ഇന്ന് വൈകിട്ടോടുകൂടിയായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. നെടുമങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെയും വഹിച്ചുകൊണ്ടുപോയ സ്വകാര്യ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിലുണ്ടായിരുന്ന 11 കുട്ടികൾക്കാണ് പരിക്കേറ്റത്. ഇവരെ നെടുമങ്ങാട് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെ പ്രവേശിപ്പിച്ചു. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം ഈ ഉണ്ടപ്പാറയ്ക്ക് സമീപത്ത് നെടുമങ്ങാട് നിന്നും ഉണ്ടപ്പാറയ്ക്ക് പോകുകയായിരുന്നു. അവിടെ വെച്ചായിരുന്നു ഈ ഒരു അപകടം ഉണ്ടായെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കുട്ടികളുടെ നില ഇപ്പോൾ തൃപ്തികരമാണെന്ന് പറയാം. എന്തായാലും KSRTC ബസ്സുമായി ആയിരുന്നു കൂട്ടിയിടിച്ചത്. ഈ പറയുന്ന ഒരു വലിയൊരു അപകടം അത് മാറിക്കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ആവണി, അരുൺമോഹൻ, ഒരു വളവിലാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഇതൊരു സ്ഥിരം അപകട മേഖലയാണോ? അവിടെ ഈ പ്രദേശം കുറച്ച് അപകട മേഖലയായ ഒരു പ്രദേശമാണ്, വളവാണ്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതികൂല സാഹചര്യമായിരുന്നു. രാവിലെ തൊട്ട് ഇവിടെ ചെറിയ തോതിൽ മഴയായിരുന്നു. വൈകുന്നേരത്തെ മഴ അല്പം പെയ്തു തുടങ്ങിയിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അതായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു അപകടത്തിന് കാരണമെന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ഒപ്പം KSRTC ബസ്സും അമിതമായ വേഗതയിലായിരുന്നു വന്നിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. സ്ഥലത്ത് നാട്ടുകാരും പരിസരവാസികളും ഒക്കെയും ചേർന്നായിരുന്നു കുട്ടികളെ രക്ഷപ്പെടുത്തിയത്, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. തുടർന്ന് ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ മാതാപിതാക്കളും അവിടെ ഓടിയെത്തുകയായിരുന്നു. എന്തായാലും നമുക്ക് വളരെ ആശ്വാസകരമായ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഗുരുതരമായ ഒരു പരിക്കിലേക്ക് എത്തിയില്ല എന്ന് മാത്രം നമുക്ക് ഈ അവസരത്തിൽ പങ്കുവയ്ക്കാം. ആവണി, തീർച്ചയായും വലിയ ഒരു അപകടമാണ് തലനാരിഴയ്ക്ക് പോയിരിക്കുന്നത്. വലിയ ഗുരുതരമായ പരിക്കുകളൊന്നും ആർക്കും ഏൽക്കാത്തത് ഒരു ആശ്വാസം തന്നെയാണ്. ഈ കുട്ടികളടക്കമുള്ള കുട്ടികളുമായി പോയ ട്രാവലറാണ് ഈ അപകടത്തിൽപ്പെട്ടതല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ പങ്കുവയ്ക്കാം അവിടെ. കാരണം വളരെ ഒരു അപകടം സാധ്യത ഉള്ള ഒരു സ്ഥലമായിരുന്നു. കാരണം അമിത വേഗതയിൽ ആയിരുന്ന വാഹനങ്ങൾ കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റ് അത്യാഹിതങ്ങൾ നമ്മൾ പങ്കുവയ്ക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അവിടെയൊക്കെ ഒരു തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും പരിക്കേറ്റ കുട്ടികൾ, മുഖത്തും കൈകാലുകൾക്കൊക്കെ നേരിയ പരിക്കുകൾ കുഞ്ഞുങ്ങൾക്ക് പറ്റി. അവരിപ്പോൾ സുരക്ഷിതരാണ് എന്നാണ് നമുക്ക് ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും ഈ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നതിന് വേണ്ടി പോലീസ് പട്രോളിംഗ് ഉൾപ്പെടെ ശക്തമാക്കുമെന്നും നെടുമങ്ങാട് DYSP നമ്മളോട് ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. ആവണി, വാഹനങ്ങൾ അമിത വേഗതയിലല്ലായിരുന്നു അല്ലേ വന്നത്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് KSRTC ബസ് പറയുന്നത് അമിതമായ വേഗതയിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അത് സ്ഥിരീകരിക്കാത്ത ഒരു വിവരമാണ്. എന്നിരുന്നാലും ഇതൊരു വളവാണ് എന്നുള്ളത് ആണ് ഇവിടെ. ഈ വളവ് സമയത്ത് വളവിൽ ഇവിടെ CCTV ദൃശ്യങ്ങളൊക്കെയും പരിശോധിക്കുന്നുണ്ട് പോലീസ്. ഇനി ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നോക്കിയതിനു ശേഷം തീർച്ചയായും നടപടിയിലേക്കും പോകുന്നു. കാരണം കുട്ടികളെ അലക്ഷ്യമായി ഒരു വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത്തരം നടപടിയിലേക്കും പോലീസ് കടക്കും. എന്തായാലും നെടുമങ്ങാട് DYSP KS അരുണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തി വേണ്ട പരിശോധനകൾ നടത്തിയിരുന്നു. ആവണി, ശരി. അരുൺ മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം നെടുമങ്ങാടാണ് KSRTC ബസ്സും കുട്ടികളുമായി പോയ സ്വകാര്യ ടെമ്പോ ട്രാവലറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. 11 കുട്ടികൾക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റത്. നെടുമങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും ഗുരുതരമായ പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. നിസ്സാരമായ പരിക്കുകളാണ് ഈ കുട്ടികൾക്ക് ഏറ്റിരിക്കുന്നത്. ഇവരെയൊക്കെയും നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.